ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. ഇവിടുത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഇക്കണോമിക്സ് ബേസ്ഡ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ ഇക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നോക്കി കാണാണ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ എവിടെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എംഫസിസ് കൊടുത്ത് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യം the first question that you're having here is ASCARDB was established in the year. Option A 1958, option B 1948, option C 1956 and option D 1950. അപ്പോൾ KSCARDB എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. The right answer here is 1956. അപ്പൊ എന്താണ് KSCARDB? ഇവിടെ പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് agricultural and rural development bank. Okay, so Kerala State കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1956 അപ്പോ ഇനി മറക്കാൻ പാടില്ല, അറിയാത്തവരെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അടുത്താണ് നബാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ is NABARD was established in the year dash. Option A 1982, option B 1984, option C 1948 and option D 1977. അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1982 ആണ്. അപ്പോൾ എന്താണ് നബാർഡ്? നബാർഡ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അല്ലെ? അപ്പോ ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പെക്സ് ബാങ്ക് ആണ്, ഒരു അപ്പെക്സ് ബാങ്ക് ആണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ബാങ്ക് എൻഷുർ ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ റൂറൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ കോൺട്രിബ്യൂഷൻസ് പോകുന്നു എന്നുള്ളതാണ് ഉറപ്പുവരുത്തുന്നത്. സോ കമ്മിങ് ടു സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ. സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ നമ്മുടെ നബാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് Kerala state has adopted dash system of organization for marketing cooperatives. അപ്പൊ കോപ്പറേറ്റീവ്സിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ 1 ടയർ, ബി 2 ടയർ, ഓപ്ഷൻ സി 3 ടയർ ആൻഡ് ഓപ്ഷൻ ഡി 4 ടയർ. അപ്പോൾ 1 ടയർ സിസ്റ്റം ആണോ, 2 ടയർ സിസ്റ്റം ആണോ, 3 ടയർ സിസ്റ്റം ആണോ, 4 ടയർ സിസ്റ്റം ആണോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വി ഹാവ് അഡോപ്റ്റഡ് എ 2 ടയർ സിസ്റ്റം. അപ്പോൾ കോപ്പറേറ്റീവ്സിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് 2 ടയർ സിസ്റ്റം. അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഫോം നോക്കുന്നത് ഒരു 2 ടയർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, 2 ടയർ ഓർഗനൈസേഷൻ ആണ്. സോ ഈ 2 ടയർ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യത്തേത് നമുക്ക് നോക്കേണ്ടത് പ്രൈമറി മാർക്കറ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു താലൂക്ക് ലെവലിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സ്റ്റേറ്റ് ലെവൽ ഓർ ദ നെക്സ്റ്റ് ലെവൽ. സോ ദ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് തന്നെ സ്റ്റേറ്റ് ലെവലാണ്. സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് വരുന്നത് കേരള സ്റ്റേറ്റ്
കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് ഫെഡ്. ഓക്കെ, അപ്പൊ ഇന്നിങ്ങനെ രണ്ട് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോപ്പറേറ്റീവ് സെനാറിയോയിൽ വരുന്ന മാർക്കറ്റിംഗിന്റെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്. ആദ്യത്തേത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി, ഞാൻ പറഞ്ഞു. ഇത് വരുന്ന എവിടെയാണ്, ലോക്കൽ ലെവലിലാണ്, അല്ലെങ്കിൽ താലൂക്ക് അങ്ങനെയൊക്കെയുള്ള ലെവലിലാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ലെവലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡ്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question is, fourth question, Kerala Cooperative Societies Act was passed in the year dash, 1970, 1969, 1960, 1932. So, ഇതിന്റെ ആൻസർ 1969 ആണ്. അപ്പൊ എന്തിനാണ് നമുക്ക് ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നിട്ടുള്ളത്? അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ റൂൾസിനെല്ലാം കൂടെ ഒന്ന് യൂണിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാനും, യൂണിഫൈ ഓർ കൺസോളിഡേറ്റ്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനു പോയത്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്. അപ്പൊ എന്നാണ് ഇത് പാസ് ചെയ്തത്? 1969 ഈ ഒരു ആക്ട് പാസ് ചെയ്തത്. Okay, so the next question here is all about RBI. RBI Act was passed in the year dash. Option A 1935, option B 1934, option C 1912 and option D 1920. See, അപ്പോൾ ഇവിടെ 2 വർഷങ്ങൾ അടുത്തടുത്ത് വരുന്ന വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 2 വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ആൻസർ വരാൻ ചാൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. കാരണം അടുത്തടുത്ത് വരുന്ന 2 വർഷങ്ങൾ കൊടുക്കുന്നത് മിക്കവാറും നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ കൃത്യമായിട്ട് ആൻസർ അറിയാവുന്നുള്ളവർ ആൻസർ ചെയ്തോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ പറഞ്ഞുതരാം. 1934 1935 എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. സോ ആക്ച്വലി ഈ ഒരു സെനാറിയോയിൽ നമ്മുടെ RBI ആക്ട് വന്നത് 1934. സോ വി കുഡ് ഫൈൻഡ് ദാറ്റ് ആസ് പെർ RBI Act of 1934, RBI was established in 1935. See, നമ്മള് ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ 1934 RBI ആക്ട് വന്നത്. സി ദ ക്വസ്റ്റ്യൻ ഇസ് ഓൾ ആസ്കിങ് അബൌട്ട് RBI ആക്ട് എന്നാണ് പാസ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ RBI ആക്ട് 1934 പാസ് ചെയ്തു. പക്ഷെ RBI നിലവിൽ വന്നത് എന്നാണ് 1935. RBI ആക്ട് ഓഫ് 1934 അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, RBI 1935 നിലവിൽ വന്നത്. അപ്പൊ RBI സംബന്ധിച്ചിടത്തോളം 1934 1935 പ്രാധാന്യം അർഹിക്കുന്ന വർഷങ്ങളാണ്. 1934 എന്ത് സംഭവിച്ചു എന്നുള്ളതും 1935 എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടിരിക്കണം. Next, the chairman of Cooperative Planning Committee was dash. Patrick Nicholson, Vaidyanathan, R.G. Saraiya and Kushro. Option A, option B, option C, option D. So ഇവിടെ റൈറ്റ് ആൻസർ എന്താണ്? നമ്മുടെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. സോറി, RG Saraiya ആണ് ആൻസർ. സോ ഇദ്ദേഹം ഈ നമ്മുടെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്താണ് ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി, എന്തിനാണ് ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി നിലവിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ
ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോപ്പറേറ്റീവ് പ്ലാനിംഗ് ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഓഫ് development of cooperative planning. ഇതിനാണ് നമുക്ക് എന്ത് വന്നത്, ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി വന്നത്. കോപ്പറേറ്റീവ് പ്ലാനിംഗ് സെനാരിയോയുടെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബോഡിയാണ് എന്ത്, ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. ഓക്കെ, അപ്പോ ഇവിടുത്തെ ചെയർമാൻ ആരാണ് മറക്കരുത്, RG സരയ്യ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. which is the RBI has created a dash specialized financial institution for ensuring the deposit in banks. അപ്പോ ബാങ്ക് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്സ് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RBI കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, that is what has been asked here. Option A IDBI, option B DICG, option C NABARD or NABARD, and option D EXIM Bank or Exim Bank. അപ്പോ ഇവിടെ ഓരോ ബോഡീസിന്റെ പേരാണ് തന്നിട്ടുള്ളത്. ഇതില് RBI ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ്സിനെ ഇൻഷുർ ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് നിയമിച്ച ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നബാർഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എക്സിം എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് DICGC. എന്താണ് ഈ DICGC എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് and credit guarantee corporation. Corporation. Okay. Sorry. അപ്പോ ഈ ഒരു ബോഡി നമ്മുടെ RBI ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ബാങ്ക് ഡെപ്പോസിറ്റ്സിന്റെ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ്സ് വിത്ത് ദ ബാങ്ക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ദ ബാങ്ക്, ഈ ഒരു സെനാറിയോ എടുത്തു നോക്കുമ്പോൾ ഈ ഇത്തരം ഡെപ്പോസിറ്റ്സിനെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ RBI എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു അറ്റംപ്റ്റിലേക്ക് പോയത്. അപ്പോ ഈ നമ്മൾക്കറിയാം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവിടെ റിസ്ക് എലമെന്റിന് എന്താണ് സംഭവിക്കുന്നത്, risk would be coming down, അല്ലെ, റിസ്ക് എലമെന്റ് അവിടെ കുറയാണ് ചെയ്യുന്നത്. So this was the intention of RBI when it was going for the creation of DICGC. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് an agency function of a bank. ഒരു ബാങ്കിന്റെ ഏജൻസി ഫംഗ്ഷൻ ഈ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. Option A, payment of insurance premium on direction of customers. Option B, providing locker facility. Option C is sanctioning a loan to a customer. And option D, discounting bills of exchange. അതായത് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നതിനാണോ, അത് പേയ്മെന്റ് നടത്തുന്നതിനാണോ, ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് അതാണോ, അതോ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലാണോ, അതോ കസ്റ്റമറിന് ലോൺ കൊടുക്കുന്നത് അത് സാങ്ഷൻ ചെയ്യുന്നതിനാണോ, അതോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നതിലാണോ, ഇത് ഏതാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏജൻസി ഫംഗ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഡയറക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ്. സോ ഇവിടെ ബാങ്ക് എന്താണ് ചെയ്യുന്നത്, ബാങ്ക് വുഡ് ബി ആക്ടിങ് ആസ് an agent. ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ. ഇപ്പൊ നമുക്കിവിടെ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം കസ്റ്റമർ ഒരാളുണ്ട്. കസ്റ്റമർ ആരാണ്, കസ്റ്റമർ വുഡ് ബി പേയിങ് ദ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന വ്യക്തി, ഇൻഷുറൻസ് എടുത്തിട്ട് പ്രീമിയം അടയ്ക്കുന്ന വ്യക്തി. അദ്ദേഹവും അപ്പുറത്തെ സൈഡിൽ വേറൊരാളുണ്ട്, ഇൻഷുറൻസ് കമ്പനി.
അപ്പോൾ ഇതിനിടയിൽ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ബാങ്കിന് പറ്റും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഓൾ അബൌട്ട് ആൻ ഏജൻസി ഫംഗ്ഷൻ ഓഫ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ നമ്മുടെ റിസർവ് ബാങ്കിനെ പറ്റിയിട്ടാണ്. ദ ക്വസ്റ്റ്യൻ ഇസ് ദ റിസർവ് ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ 1934, ഓപ്ഷൻ ബി 1926, ഓപ്ഷൻ സി 1935, ഓപ്ഷൻ ഡി 1949. അപ്പോ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമല്ല ചോദിക്കുന്നത്. നമ്മുടെ റിസർവ് ബാങ്ക് ആക്ട് വന്ന RBI ആക്ട് വന്ന വർഷമല്ല ചോദിക്കുന്നത്. ഇൻസ്റ്റെഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ഓൾ അബൌട്ട് RBI എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് എപ്പോഴാണ് നാഷണലൈസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. റൈറ്റ് ആൻസർ ഇസ് 1949. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമ്മൾ 1934 ഓൾറെഡി കണ്ടു. ദിസ് വാസ് ലൈക്ക് RBI ആക്ട് വന്ന വർഷം. ആൻഡ് 1935 എന്താണ്? RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ്. RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെ? അപ്പോ 1949 എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്? ബാങ്ക് ഗോട്ട് നാഷണലൈസ്ഡ്. RBI ഗോട്ട് നാഷണലൈസ്ഡ്. ഓക്കെ, അടുത്തത് ദ ഫസ്റ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ്. ഫസ്റ്റ് നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കറൻസി നോട്ടാണ്. കറൻസി നോട്ട് വിച്ച് ഇസ് എ ലീഗൽ ടെൻഡർ. ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ എ ₹1 നോട്ട്, അതായത് ₹1 നോട്ട്. ഓപ്ഷൻ ബി ₹10 നോട്ട്, അതായത് ₹10 നോട്ട്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, അതായത് ₹1 നോട്ടും ₹10 നോട്ടും, ₹1 നോട്ടും ₹10 നോട്ടും. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതൊന്നും അല്ല. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാന്ന് നോക്കാം. സോ കറക്റ്റ് ആൻസർ ഇസ് 10 രൂപ. ഹിയർ ₹10 നോട്ട് അല്ല, ₹1 നോട്ട്. സോ ഈ ₹1 നോട്ട്, സോ ഇതല്ല. The correct answer is ₹1 note. So the first note issued by independent India ഏതാണ്? ₹1 note. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇൻസ്റ്റെഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ദാറ്റ് ഈസ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ വ്യക്തമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇൻഫോർമേഷൻ അതേപോലെ തന്നെ എടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസിലേക്ക് വരാൻ. അപ്പോ വി ആർ കൺസിഡറിംഗ് ദ കേസ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം നമ്മൾ ഇഷ്യൂ ചെയ്ത ഫസ്റ്റ് കറൻസി നോട്ടിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ₹1 നോട്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ നോക്കണം. എന്നുകൊണ്ട് പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ RBIയുടെ ക്വസ്റ്റ്യൻ തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു സെനാറിയോയിലേക്ക് വരുമ്പോൾ ഒരു എക്സാമില് പല ക്വസ്റ്റ്യൻസ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് അതിന്റെ പെർട്ടിക്കുലർ ഫേസസ് ഓഫ് ഇവല്യൂഷനെ പറ്റിയിട്ട് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു, നിങ്ങളുടെ ഷീറ്റിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അന്ന് മാർക്ക് ചെയ്തത് അപ്പോൾ മാർക്ക് ചെയ്തത് ആ ഇന്ന ക്വസ്റ്റ്യൻ നമ്പറിൽ ആൻസർ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത് വീണ്ടും നിങ്ങൾ ചിന്തിച്ച് ചിലപ്പോൾ പേടിക്കാനുള്ള അവസരം വരാം. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. പഠിക്കുമ്പോൾ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റീജിയണൽ റൂറൽ ബാങ്ക്, state cooperative banks, district central cooperative banks are regulated by. അതായത് 3 തരത്തിലുള്ള ബാങ്ക്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്? RRB എന്ന് വിളിക്കും. റീജിയണൽ റൂറൽ ബാങ്ക്സ്. സോറി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് ലെവലിലെ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പൊ ഇത്രയും ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണോ? മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ് ആണോ? നബാർഡ് ആണോ? IRDA ആണോ? എന്താണ്? സോ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് നബാർഡ്, IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ബോഡിയാണ്. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ തന്നെ കണ്ടു, നിങ്ങൾക്ക് പല ഓർഗനൈസേഷന്റെ ഫുൾ നെയിം ചിലപ്പോൾ അറിയായിരിക്കും,
അല്ലെങ്കിൽ ഷോർട്ട് നെയിം ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ ഇതിൽ ഷോർട്ട് ഫോമിലോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഫോം അറിയത്തില്ലായിരിക്കും, ഷോർട്ട് ഫോം മാത്രമേ അറിയാവുള്ളായിരിക്കും. സോ അവിടെയാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. ഫുൾ ഫോം അറിയില്ല, ഷോർട്ട് ഫോം മാത്രം അറിയാം. അങ്ങനെയാണെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ IRDA എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് പെർട്ടിക്കുലർ എറീനയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ സെക്ടറിലാണ് ഇത് ഇങ്ങനെയുള്ള ഒരു ബോഡി ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോ നിങ്ങൾ ഇത് എഴുതി വെച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ, ഫുൾ ഫോം ഒക്കെ എഴുതി വെച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് വ്യക്തമായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കണം. സോ ഈ ഒരു ക്വസ്റ്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള സെനാറിയോയിലേക്ക് വരുമ്പോൾ, ഈ റീജിയണൽ റൂറൽ ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും ഇവയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് നബാർഡ്. നബാർഡ് ആണ് ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു റൂറൽ സ്ട്രക്ചർ വരുന്നുണ്ട്, ഒരു വില്ലേജ് എലമെന്റ് വരുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഈവൻ ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നബാർഡ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? നാഷണൽ ബാങ്ക് with respect to എന്താണ്? For agriculture and rural development. നമ്മൾ റീജിയണൽ റൂറൽ ബാങ്ക് വരുമ്പോൾ തന്നെ റൂറൽ ഡെവലപ്മെന്റ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്. അഗൈൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഒരു റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സും ചെയ്യുന്നുണ്ട് എന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റീജിയണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഒക്കെ നടത്തുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡെഫിനറ്റ്ലി ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, സോ ഡെഫിനറ്റ് ആയിട്ടും ഒരുപാട് റോൾ അവിടെ വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ, റീജിയണൽ റൂറൽ ബാങ്കിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാമെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, നമ്മൾ ഫുൾ ഫോം, ഓരോ ബോഡീസിന്റെ ഫുൾ ഫോം പഠിച്ചിട്ട് പോയാൽ നമുക്ക് എലിമിനേഷൻ വളരെ ഈസി ആകും. ഹൗസിംഗ് ബാങ്ക് എന്തായാലും ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. കമ്പനി അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. സോ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പറയുന്നില്ലാത്തതുകൊണ്ട് തന്നെ, ക്വസ്റ്റ്യൻസ് പറയുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ IRDA ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്, ഇൻഷുറൻസ് സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻസിനെ നമുക്ക് എലിമിനേറ്റും ചെയ്യാൻ പറ്റും. ഈവൻ ലൈക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്നാൽ കൂടിയും എന്ത് ചെയ്യാൻ പറ്റും, ഇൻകറക്റ്റ് ആൻസേഴ്സിനെ മാറ്റി കളയാനായിട്ട് എളുപ്പത്തിൽ പറ്റും. ഇഫ് യു ലേൺ സംതിങ് കോൾഡ് ഫുൾ ഫോംസ്. എല്ലാ ബോഡീസും പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോംസ് എഴുതി വെച്ച് തന്നെ പഠിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ബാങ്ക് ഓഫ് കൽക്കട്ട ആൻഡ് ബാങ്ക് ഓഫ് ബംഗാൾ were names of dash bank. Option A RBI, option B SBI, option C Canara Bank, option D Central Bank of India. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SBI പറ്റിയിട്ട് തന്നെയാണ്. ഈ ബാങ്കിനെ തന്നെയാണ് നമ്മൾ ഈ ബാങ്ക് ഓഫ് കൽക്കട്ട, ബാങ്ക് ഓഫ് ബംഗാൾ എന്നൊക്കെ വിളിച്ചത്. അഗൈൻ യു മൈറ്റ് ബി നോയിങ് അബൌട്ട് സംതിങ് കോൾഡ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. സോ ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ SBI-നെയാണ് കേട്ടോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. The principal functions of banks are dash. 1. Accepting deposits. 2. Lending. 3. Investing. 4. Non-fund business and remittance services. Options. Option A only 1 and 2. Option B only 1, 2 and 3. Option C only 4. And option D 1, 2, 3 and 4. See, എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരപ്പം വളരെ ശ്രദ്ധിക്കണം. അതായത് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉണ്ട്. പ്രിൻസിപ്പിൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മെയിൻ.
വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബാങ്ക്. ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം ബാങ്ക് ചെയ്യുന്ന മെയിൻ ഫങ്ഷൻസ്, ബാങ്കിനുള്ള മെയിൻ ഫങ്ഷൻസ്. സോ നമുക്കറിയാം അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്കിന്റെ വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ആണ്. ബാങ്ക് പല രീതിയിലുള്ള ഡെപ്പോസിറ്റുകൾ നമ്മുടെ നിന്ന് വാങ്ങുന്നുണ്ട്. നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്രൊവിഷൻ തരുന്നുണ്ട്, ഫെസിലിറ്റി തരുന്നുണ്ട്. നമുക്ക് FD ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി തരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ പൈസ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ കമേഴ്ഷ്യൽ ബാങ്ക്. ലെൻഡിങ്. ലെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ല, ലോൺ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ബാങ്ക് അവിടെ ഇരുന്ന് ലെൻഡ് ചെയ്യുന്നു, നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ബോറോ ചെയ്യുന്നു. സോ ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഇത് രണ്ടും ആണ് ഈ ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അത് അവിടെ ഒരു മെയിൻ ഫങ്ഷൻ അല്ല. ആൻഡ് നോൺ ഫണ്ട് ബിസിനസ് ആൻഡ് റെമിറ്റൻസ് സർവീസസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ പൈസയൊക്കെ നാട്ടിലേക്ക് അയക്കുന്നത് ഇറ്റ് ഇസ് ത്രൂ ബാങ്ക് അല്ലെ? യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് വഴിയാണ് അവരുടെ പൈസ നാട്ടിലേക്ക് അയക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ ഫങ്ഷൻ അല്ല. സി വി ആർ ടോക്കിംഗ് അബൌട്ട് മെയിൻ ഫങ്ഷൻ, പ്രിൻസിപ്പൽ ഫങ്ഷൻ അല്ലെ? അപ്പൊ ഇത് നോട്ട് എ മെയിൻ ഫങ്ഷൻ ആൻഡ് ഇതും നോട്ട് എ മെയിൻ ഫങ്ഷൻ. അപ്പോ ബാങ്ക് ഇൻവെസ്റ്റിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് മെയിൻ ഫങ്ഷൻ അല്ല. ബാങ്ക് റെമിറ്റൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആർക്കാണോ കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെമിറ്റൻസ് അയക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിഡ്രോ ചെയ്യാനായിട്ട് വരുമ്പോൾ ബാങ്ക് അതിനൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സർവീസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതല്ല ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻ. ബാങ്കിന്റെ മെയിൻ ഫങ്ഷനെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ്ങും ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 and 2. അതായത് 1 and 2, that is option A. അടുത്തത് the objectives of KYC are. ആദ്യം KYC എന്താണെന്ന് മനസ്സിലാക്കണം. KYC is know your customer. ഇതാണ് ഞാൻ പറഞ്ഞത് ഫുൾ ഫോം എഴുതി വെച്ച് പഠിക്കണം എന്ന്. കാരണം ഫുൾ ഫോം എഴുതി വെക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് ഫോം മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അത് പെട്ടെന്ന് കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് KYC ആണ് ചോദിക്കുന്നത്. നോ യുവർ കസ്റ്റമർ. ഓപ്ഷൻ എ, ടു എൻഷുർ ദാറ്റ് ഹി ഓർ ഷീ വുഡ് നോട്ട് ഡിസീവ് ദ ബാങ്ക്. ബാങ്കിനെ ചതിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ. ഓപ്ഷൻ ബി, ടു എൻഷുർ അപ്രോപ്രിയേറ്റ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ. കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി, ടു മോണിറ്റർ ട്രാൻസാക്ഷൻസ് ഓഫ് സസ്പീഷ്യസ് നേച്ചർ. അതായത് ബാങ്കിന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യാനാണ് ബാങ്ക് KYC ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, ഓൺലി ബി ആൻഡ് സി. ബിയും സിയും ഇത് രണ്ട്. അതായത് കസ്റ്റമർ ഐഡന്റിഫിക്കേഷനും ട്രാൻസാക്ഷൻസ് ഓഫ് സസ്പീഷ്യസ് നേച്ചറും മോണിറ്റർ ചെയ്യാണ്. കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് KYC എന്താണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ദ ബേസിക് തിങ് ഇസ് ഓപ്ഷൻസ് ബി ആൻഡ് സി. അതായത് ഡെഫിനറ്റ്ലി കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, കസ്റ്റമറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതൊന്ന്. ആൻഡ് ഓൾസോ ടു മോണിറ്റർ ട്രാൻസാക്ഷൻസ് ഓഫ് സസ്പീഷ്യസ് നേച്ചർ. സംശയാസ്പദമായിട്ട് ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പോൾ സസ്പീഷ്യസ് നേച്ചറിലുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് കസ്റ്റമർ ആണ് അത് ചെയ്തത്, ഏതൊക്കെ കസ്റ്റമേഴ്സ് അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് വേണ്ട ആക്ഷൻസ് എടുക്കാനായിട്ട് ബാങ്കിന് പെട്ടെന്ന് സാധിക്കും ഇഫ് ബാങ്ക് ഇസ് ഗോയിങ് ഫോർ KYC. ഇപ്പൊ KYC ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കുറെ നാൾ KYC ചെയ്യാതിരിക്കുകയാണെങ്കിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അക്കൗണ്ട് വുഡ് ബി ലൈക്ക് ഫ്രീസ്ഡ്. ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നിങ്ങൾ ബാങ്കിൽ ചെന്ന് KYC ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും. അടുത്തത്, what relationship is created when the bank collects a check is clearing? Option A, holding for value. Option B, collecting bank and holder. Option C, agent and principal. And option D, clearing member and principal.
അതായത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാം. ഒരാളുടെ കയ്യിൽ നിന്ന്, അല്ല ബാങ്കിന്റെ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ബാങ്ക് എന്ത് ചെയ്യുന്നു, ഒരു ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ബാങ്ക് ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ബാങ്ക് ഹിയർ വുഡ് ബി ആക്ടിങ് എസ്, ഈ ഒരു കോണ്ടെക്സ്റ്റില്, ഓക്കെ, അത് കറക്റ്റ് ആൻസർ ആദ്യം പറയാം. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. അപ്പോ ബാങ്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്, കളക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ബാങ്ക് ഇവിടെ ഏജന്റ് ആണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏജന്റ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ബാങ്ക് ആണ്. അപ്പൊ ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആരാണ്, ദിസ് വുഡ് ബി കസ്റ്റമർ. കസ്റ്റമർ ആരാണ്, പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന് ഒരു പ്രിൻസിപ്പൽ ഏജന്റ് കോണ്ടെക്സ്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു കസ്റ്റമർ ഒരു ചെക്ക് ലീഫും കൊണ്ട് ബാങ്കിൽ പോകുന്നു. അപ്പൊ എന്തിനാണ് കസ്റ്റമർ ചെക്ക് ലീഫിൽ കൊണ്ട് ബാങ്കിൽ പോകുന്നത്, കസ്റ്റമറിന് ഈ ചെക്ക് ലീഫ് കൺവേർട്ട് ചെയ്ത് പൈസ ആക്കി കിട്ടണം. അപ്പൊ കസ്റ്റമർ ബാങ്കിനോട് ആവശ്യപ്പെടാണ്, ചെക്ക് ലീഫ് ബാങ്കിൽ കൊടുത്തിട്ട് ആവശ്യപ്പെടാണ്, എനിക്ക് ഇതിൽ എഴുതിയിരിക്കുന്ന പൈസ കിട്ടണം. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്നു, ബാങ്ക് കസ്റ്റമറിന് വേണ്ടി ഈ ചെക്ക് ലീഫിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നു. അപ്പൊ കസ്റ്റമറിന് വേണ്ടുന്ന ഒരു ആവശ്യം, നമ്മുടെ പ്രിൻസിപ്പലിന് വേണ്ടുന്ന ഒരു ആവശ്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് ബാങ്ക് ഇവിടെ വർക്ക് ചെയ്യാണ്. ചെക്കിന് ക്ലിയർ ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ട്, കസ്റ്റമറിന് ക്യാഷ് കയ്യിൽ കൊടുക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് ആര് മാറുകയാണ്, നമ്മുടെ ബാങ്ക് ഇവിടെ മാറുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ്. അടുത്തത്, credit risk to bank is high from the dash. Option A, credit and credit card holders. Option B, debit card holders. Option C, both the above. And option D, none of the above. ക്രെഡിറ്റ് റിസ്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ റിസ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയാം, വി ആർ ടോക്കിംഗ് അബൌട്ട് എ ലോസ് മേക്കിംഗ് സെനാറിയോ. ഒരു ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു കേസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലോസ് മേക്കിംഗ് സെനാറിയോ. സോ ലോസ് മേക്കിംഗ് സെനാറിയോ ഓർ ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോ ഇവിടെ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കും ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സും ഇത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെനാറിയോ എപ്പോഴും ലോസ് മേക്കിങ്ങിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ കാരണം ഒരു റിസ്ക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് എങ്ങനത്തെ റിസ്ക് ആണ്, ദർ വുഡ് ബി സംതിങ് കോൾഡ് അൺസെക്യൂർഡ് റിസ്ക്. അൺസെക്യൂർഡ് റിസ്ക്, ഈ റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു അൺസെക്യൂർഡ് റിസ്ക് ആണ്. കാരണം ഇവിടെ മോർഗേജും കൊലാറ്ററും ഒന്നും തന്നെ വരുന്നില്ല. സോ ദാറ്റ് ഇസ് വൈ യു കോൾ ഇറ്റ് എസ് അൺസെക്യൂർഡ്. ബാങ്കിന് അവിടെ ഒരു ഹൈ റിസ്ക് എലമെന്റ് വരുന്നുണ്ട്. ബാങ്ക് ആക്ച്വലി വുഡ് ബി ഡൂയിങ് എ ലോട്ട് ഓഫ് മോണിറ്ററിങ്. ഒരുപാട് മോണിറ്ററിങ് നടത്തി, ഒരുപാട് അസസ്മെന്റ് ഒക്കെ നടത്തി, ഇങ്ങനെയുള്ള റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ട മെഷേഴ്സ് ഒക്കെ എടുക്കും. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ ഒരു റിസ്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ്, under farm mechanization scheme, loan is given to farmer for dash. farm mechanization സ്കീമിൽ എന്തിനാണ് ഒരു ഫാർമറിന് ലോൺ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, പ്രൊവൈഡിങ് കൾട്ടിവേഷൻ എക്സ്പെൻസസ്. ഓപ്ഷൻ ബി, പ്രൊവൈഡിങ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഓപ്ഷൻ സി, പർച്ചേസിംഗ് ഓഫ് ഫാം എക്യുപ്മെന്റ്. ആൻഡ് ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. കൾട്ടിവേഷൻ എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ലോൺ കൊടുക്കുന്നത്, ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണോ ലോൺ കൊടുക്കുന്നത്, അതോ ഫാമിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ലോൺ കൊടുക്കുന്നത്, അതോ ഇതെല്ലാം ഇതിൽ കവർ ചെയ്യോ? See, the question is it all about farm mechanization. Question എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുക, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഫാം മെക്കനൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഫാം മെക്കനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? വി ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് കോൾഡ് മിഷൻസ്. മെക്കനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് മിഷൻ ആണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്.
അപ്പോ ഇവിടെ യൂസ് ഓഫ് മിഷനുമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഓപ്ഷനാണ്? കൾട്ടിവേഷൻ എക്സ്പെൻസ് ആണോ, ഇറിഗേഷൻ ഫെസിലിറ്റി ആണോ, ഫാം എക്യുപ്മെന്റ് ആണോ, ഓൾ ദ എബോവ് ആണോ? ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി ആണ്, പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെന്റ്. അപ്പോൾ ഫാം എക്യുപ്മെന്റിൽ മിഷൻസ് വരാം, കുഞ്ഞു കുഞ്ഞു ടൂൾസ് വരാം, ടൂൾസ് ഫോർ അഗ്രികൾച്ചർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൂൾസ് ഫോർ ഡൂയിങ് അഗ്രികൾച്ചർ അല്ലെ, ഇതൊക്കെ ഇവിടെ വരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ്, പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാവുന്നതാണ്. കറക്റ്റ്, സോ ഓപ്ഷൻ എ, SLR is lower than CRR. Option B, RBI started functioning from 1st April 1934. Option C, notes in denomination of ₹1 to ₹1000 are issued by RBI. And option D, decreasing bank rate is likely to lead to a decrease in interest rate of banks. See, so your question is correct answer is decreasing bank rate is likely to lead to decreasing interest rate of banks. SLR എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR എന്താണ്? So this is SLR, cash reserve ratio. Cash reserve ratio. അപ്പോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ബാങ്കിനോട്, കമേഴ്ഷ്യൽ ബാങ്ക്സിനോട് നമ്മുടെ RBI പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഇത്ര ശതമാനം നിങ്ങൾ എന്ത് ചെയ്യണം? ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. എന്തെങ്കിലും എമർജൻസി വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ മണി എടുത്ത് ഉപയോഗിക്കാം. ദിസ് SLR. ആൻഡ് CRRന്റെ കേസ്, ക്യാഷ് റിസർവ് റേഷ്യോ, നമ്മുടെ RBI കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ഡെപ്പോസിറ്റ് മൊത്തം കൂടെ എടുത്ത് ലെൻഡ് ചെയ്യരുത്, മൊത്തം കൂടെ ലോൺ ആയിട്ട് കൊടുക്കരുത്. ഇൻസ്റ്റെഡ് അതിന്റെ 1% ഞങ്ങളുടെ കയ്യിൽ തരണം, റിസർവ് ആയിട്ട് വെക്കാൻ വേണ്ടി. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ 1%, ഞങ്ങൾ പറയുന്ന എത്ര ശതമാനമാണോ ആ 1% ഞങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട്, റിസർവ് ആയിട്ട് വെക്കാനായിട്ട് തരണം. കിട്ടുന്ന ഡെപ്പോസിറ്റ് മണി മൊത്തം ലെൻഡ് ചെയ്യരുത്. ഓക്കെ, അതാണ് ഈ CRRും SLRും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ SLR is lower than CRR അല്ല. Now, RBI started functioning from 1st April 1934. So, 1934 ആണോ എന്ന് നമ്മൾ പഠിച്ചു. 1934 അല്ല. Here we have to consider 1935 അല്ലേ? 1935 ആണ് കറക്റ്റ് ആൻസർ. കാരണം RBI ആക്ട് ആണ് 1934. RBI ഫംഗ്ഷൻ ചെയ്ത് അല്ലെങ്കിൽ RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935-ലാണ്. Now, notes in denomination of ₹1 to 1000 are issued by RBI. അല്ല. ഇവിടെ ഫൈനാൻസ് മിനിസ്ട്രിക്ക് പ്രാധാന്യം വരുന്നുണ്ട് when it comes to ₹1 നോട്ട്. കോയിൻസും ₹1 നോട്ടും ഒക്കെ ഇവിടെ ഫൈനാൻസ് മിനിസ്ട്രിക്കാണ് അവിടെ അധികാരമുള്ളത്. RBI മറ്റ് കറൻസി നോട്ട്സ് എല്ലാം തന്നെ പ്രിന്റ് ചെയ്യുന്നത് RBI ആണ് അല്ലെ. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്? നോട്ട്സ് ഇൻ ഡിനോമിനേഷൻ ₹1 to 1000 ആർ ഇഷ്യൂഡ് ബൈ RBI. സോ ഇഷ്യൂഡ് ബൈ RBI. ഇഷ്യൂഡ് ബൈ RBI എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കറൻസി നോട്ട്സിന്റെ കേസ് മാത്രം എടുക്കാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും RBI അല്ലേ എല്ലാ കറൻസി നോട്ട്സും ഇഷ്യൂ ചെയ്യുന്നത്, ഫൈനാൻസ് മിനിസ്റ്റർ കോയിൻസ് മാത്രമല്ലേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, ഇൻറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. അല്ല, ഇവിടെ ₹1ന്റെ കേസ് വരപ്പോ വ്യത്യാസമാണ്. ആൻഡ് ഓൾസോ 1000 ഇപ്പൊ നമുക്കില്ല. ഇവിടെ എന്ത് ചെയ്തു? ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ₹1000 നോട്ടിനെ എടുത്ത് മാറ്റി. അപ്പൊ നോട്ട്സ് ഇൻ ഡിനോമിനേഷൻ ₹1 to 1000 ആർ ഇഷ്യൂഡ് ബൈ RBI എന്ന് പറയുമ്പോൾ ഒന്ന് ₹1ന്റെ നോട്ട് വേറെയാണ്, ₹1 നോട്ടിന്റെ കേസ് വേറെയാണ്. ആൻഡ് കമ്മിങ് ടു ₹1000 എന്താ സംഭവിക്കുന്നത്? ₹1000 ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലെ.
കറൻസി നോട്ട് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് കമ്മിങ് ടു the next statement, option D, a decrease in bank rate is likely to lead to a decrease in interest rate of banks. ബാങ്ക് റേറ്റ് കുറയുന്നു എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റ് കുറയുന്നു, അതിന്റെ അർത്ഥം എന്താണ്? ബാങ്ക് റേറ്റ് കുറയുമ്പോൾ ഇവിടെ ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയാണ്. ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയാണ്, അതായത് ബാങ്കുകൾ അടയ്ക്കേണ്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറയാം. അപ്പോ ഇത് കാരണം മണി സപ്ലൈക്ക് എന്താ സംഭവിക്കുന്നത്? മണി സപ്ലൈ വുഡ് ബി ഇൻക്രീസിങ്. മണി സപ്ലൈ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഡിക്രീസിങ് ബാങ്ക് റേറ്റ് കാരണം ഇൻട്രസ്റ്റ് റേറ്റ്, കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയ്ക്കും, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും, വിച്ച് ഇസ് എ റൈറ്റ് സ്റ്റേറ്റ്. ഓക്കെ, സോ SLR is lower than CRR എന്ന് പറയാൻ പറ്റില്ല. RBI started functioning from 1934 എന്ന് പറയാൻ പറ്റില്ല. Notes in denomination rupee 1, 2000 issued by RBI പറയാൻ പറ്റില്ല. പക്ഷേ decrease in bank rate is likely to lead to a decrease in interest rate of bank എന്ന് പറയാൻ പറ്റും. Now, the next question. Maintenance of the following books registers is not compulsory for SHT. എന്താണ് SHT? Again, self-help groups. Self-help groups. Okay. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? A, ഓപ്ഷൻ A minutes book, ഓപ്ഷൻ B savings and loan register, ഓപ്ഷൻ C visitors book, and ഓപ്ഷൻ D members passbook. The correct answer is visitors book. Okay. ഈ വിസിറ്റേഴ്സ് ബുക്കിന്റെ കാര്യം ഇസ് നോട്ട് ലൈക്ക് ദിസ് നോട്ട് കമ്പൽസറി ഫോർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി. പക്ഷെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. സേവിങ്സ് ലോൺ ലെഡ്ജർ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. മെമ്പേഴ്സ് പാസ്ബുക്ക് അഗൈൻ കൺസിഡർ ചെയ്യണം. പക്ഷെ ഇത് ദിസ് ഇസ് നോട്ട് കമ്പൽസറി. നോട്ട് കമ്പൽസറി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Wholesale banking refers to doing banking business with dash. Option A, individuals. Option B, industrial and business entities including government and public sector companies. Option C, only companies registered under Companies Act. Option D, large borrowers irrespective of their category. അപ്പൊ നമ്മൾ ഹോൾസെയിൽ ബാങ്കിങ് കേസ് ആണ് പറയുന്നത്. ഹോൾസെയിൽ ബാങ്കിങ് ആണ്, റീറ്റെയിൽ ബാങ്കിങ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റനിലേക്ക് വരുമ്പോൾ വി നോ the right answer is option B, where we have to consider industrial units ne consider cheyanam, business entities ne consider cheyanam. Ivide government avam, public sector companies avam okke varum. Karanam nammade idea endana wholesale banking aanu. We are not considering retail banking. Not retail banking. Okay. അടുത്തത്, which is the oldest functioning joint stock bank in India? Option A, Bank of Upper India. Option B, Allahabad Bank. Option C, Punjab National Bank. And option D, none of the above. So the right answer here is Allahabad Bank. Oldest. So ഇവിടെ ഒരു ക്രോണോളജിക്കൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അതായത് ഓൾഡസ്റ്റ് ഫംഗ്ഷനിങ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇയർ ഒക്കെ ബേസ് ചെയ്ത് പഠിച്ചു പോകേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വർഷങ്ങളൊക്കെ വരപ്പോൾ വർഷങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ലേൺ. എഴുതി വെച്ച് തന്നെ പഠിക്കണം. Now, coming to the next question. For the first time, 14 major commercial banks were nationalized by the Indian government in the year. Option A 1950, option B 1960, option C 1969, and option D 1980. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 14 മേജർ കമേഴ്ഷ്യൽ ബാങ്ക്സ്, 14 മേജർ കമേഴ്ഷ്യൽ ബാങ്ക്സിനെ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആ വർഷമാണ് ചോദിച്ചേക്കുന്നത്. 1969 നടന്ന നമുക്കറിയാം 14 മേജർ ബാങ്ക്സ് got
nationalized. Okay, അപ്പോ മറക്കരുത്. 1969 എന്ത് ചെയ്തത് 14 മേജർ ബാങ്ക് നാഷണലൈസ്ഡ് ആയിട്ടുള്ളത്. അടുത്തത് The following statement regarding payment banks is false. അപ്പോൾ പേയ്മെന്റ് ബാങ്കിനെ പറ്റിയിട്ടുള്ള false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളത്. Option A, payment banks are registered as public limited company under Companies Act 2013. Option B, payment banks can offer current and savings account. Option C, payment banks can offer net banking and mobile banking. And option D, payment bank can accept deposit up to 2 lakhs per customer. അപ്പോ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, പറയുന്നതിൽ എന്താണ് ഫോൾസ് ആയിട്ടുള്ളത്, റോങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പേയ്മെന്റ് ബാങ്കിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഡെഫിനറ്റ്ലി പേയ്മെന്റ് ബാങ്ക് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് വിച്ച് ഇസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓഫ് 2013. പേയ്മെന്റ് ബാങ്കിന് കറണ്ട് അക്കൗണ്ടും സേവിങ് അക്കൗണ്ടും ഒക്കെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓഫർ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, റൈറ്റ് ഉണ്ട്. പേയ്മെന്റ് ബാങ്കിന് നെറ്റ് ആൻഡ് മൊബൈൽ ബാങ്കിങ്ങും ഫെസിലിറ്റിയും ഓഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും കാണ്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു 2 lakh per customer. ഇത് പോസിബിൾ അല്ല. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് ഇസ് ഫോൾസ്. ഇത് ഫോൾസ് ആണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, the maximum age for joining in the adult pension yojana API is option A 40 years, option B 50 years, option C 60 years and option D 70 years. അഡൽട്ട് പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഏജ്, അപ്പർ ഏജ് ലിമിറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പർ ഏജ് ലിമിറ്റ്, അപ്പർ ഏജ് ലിമിറ്റ്. സോ ഇവിടെ വരുന്ന അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 ഇയേഴ്സ് ആണ്. 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ ജോയിനിങ് ഇൻ അഡൽട്ട് പെൻഷൻ യോജന. അപ്പൊ ഗവൺമെന്റ് സ്കീംസും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that scheme will offer a renewable 1-year death cum disability cover of rupees 2 lakhs to all savings bank account holders in the age group of 18 to 70 years for a premium of rupees 12 per annum per subscriber. Option A, PMSBY. Option B, PMJJBY. Option C, APY and option D, none of the above. The correct answer is PMSBY, which is Pradhan Mantri Suraksha Bima Yojana. So this is a full form which is PMSBY, Pradhan Mantri Suraksha Bima Yojana. ഇതൊരു ഇൻഷുറൻസ് പ്രോഗ്രാം പോലെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സെക്യൂരിറ്റിയും സേഫ്റ്റിയൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് കം ഡിസബിലിറ്റി കവർ നോക്കുമ്പോൾ 2 lakhs ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ ഏജ് ഗ്രൂപ്പ് വളരെയധികം ശ്രദ്ധിക്കണം. 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള, 18 മുതൽ 70 വയസ്സ്, അതാണ് ഇവിടുത്തെ ഒരു ഏജ് ഗ്രൂപ്പ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ മിനിമം ഏജ് എന്ന് പറയുമ്പോൾ 18, മാക്സിമം ഏജ് 70. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഏജ് ഗ്രൂപ്പ് ഇവിടെ. അപ്പൊ അവര് പെർ ആനം അല്ലെങ്കിൽ പെർ ഇയർ 12 rupees പ്രീമിയം ആണ് അടയ്ക്കേണ്ടത്. ഓക്കെ, സോ ടു ബി എ പാർട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്കീം. അടുത്തതും ഒരു പോളിസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Dash is a life insurance scheme which covers the death of the insured regardless of the cause of death. അപ്പോൾ ഇവിടെ കോസ് ഓഫ് ഡെത്ത് കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഇൻഷുറൻസ് സ്കീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസ് എടുത്ത ആളുടെ മരണം റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ PMSBY, that is Pradhan Mantri Suraksha Bima Yojana. Option B PMJJBY. Option C APY
and option D, none of the above. Taking you to the answer, this is PMJJBY. അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ഇതും എന്താണ്? ഇൻഷുറൻസ് സ്കീമാണ്. അപ്പോ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷ ബീമാ യോജനയും തമ്മിൽ മാറിപ്പോകരുത്. സ്പെസിഫിക്കേഷൻ നോക്കുക, എന്നിട്ട് മാത്രമേ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുക, ആൻസർ ടിക്ക് ചെയ്യാവൂ. ഓക്കെ. ആൻഡ് സി ഓപ്ഷൻ സി അടൽ പെൻഷൻ യോജനയാണ്. അതെല്ലാം നമുക്ക് അറിയാം. Next question. The bank ombudsman can now pass an award of penalty up to dash lakh. Option A 10, option B 15, option C 20 and option D 25. അപ്പോൾ 10 lakhs ആണോ, 15 lakhs ആണോ, 20 lakhs ആണോ, 25 lakhs ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് 20 lakhs. അപ്പോൾ ബാങ്കിങ് സെക്ടറിലെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു ഡെസിഗ്നേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ബാങ്ക് ഓംബുഡ്സ്മാൻ ക്യാൻ നൗ പാസ് either an award or a penalty up to 20 lakhs. Okay, 20 lakhs ആണ് ഇവിടെ ആൻസർ വരുന്നത്. Now, after the small finance bank reaches the net worth of dash, listing will be mandatory within 3 years of reaching that net worth. Option A 100 crores, option B 300 crores, option C 500 crores and option D none of the above. അതായത് നമ്മളിവിടെ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സ്മോൾ ഫൈനാൻസ് ബാങ്ക് അവർ എത്രയോ നെറ്റ്വർത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റിംഗ് വിൽ ബി മാൻഡേറ്ററി വിത്തിൻ 3 years ഓഫ് റീച്ചിങ് ദാറ്റ് നെറ്റ്വർത്ത്. ആ നെറ്റ്വർത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിൽ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഈ ബാങ്കിന്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അപ്പോൾ ഈ നെറ്റ്വർത്ത് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ നെറ്റ്വർത്ത് as far as the specification is concerned is 500 crore. So once net worth of 500 crores is attained, net worth of ഈ ഒരു 500 crores എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വിത്തിൻ 3 years, വിത്തിൻ 3 years അവരെന്ത് ചെയ്യണം, അവര് ലിസ്റ്റിംഗ് ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് ഇറ്റ് ഓൾ അബൌട്ട് എ റൂൾ ഓർ എ റെഗുലേഷൻ. Now, taking you to the next question. An entity can be termed as a bank if option A, a firm or company or an individual accepts deposit for lending or investment. Option B, a firm or a company is incorporated under Indian Companies Act and accepts deposit for lending or investment. Option C, they are money lenders who lend money. Option D, none of the above. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, ഒരു ഫേം ആകാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആകാം, അവരെന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലെൻഡിങ് നടത്തുന്നു, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അഗൈൻ കമ്മിങ് ടു ഓപ്ഷൻ ബി, അഗൈൻ ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, അവര് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് അവർ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലെൻഡിങ് നടത്തുന്നു, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് വേണ്ടി ഇതൊക്കെ നടത്തുന്നു. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ സി പറയുന്നത് മണി ലെൻഡേഴ്സ് ആണ് പറ്റിയിട്ടാണ്, മണി ലെൻഡ് ചെയ്യുന്ന മണി ലെൻഡിങ് കാറ്റഗറി ആൾക്കാർ. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. സോ ഇതിന്ന് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാം. എന്താണ് ഒരു ബാങ്ക്? A bank is actually a firm or a company which is incorporated under Companies Act and accept deposit and lending. അപ്പോൾ നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഒന്നുമല്ല, അത് മനസ്സിലാക്കണം. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ യൂണിറ്റ് ആണ്, ഓർ ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം. accept deposit
അതുപോലെ തന്നെ ലെൻഡിങ്. ഇതാണ് മെയിൻ ഫങ്ഷൻസ്. ഓഫ് എ ബാങ്ക്. ഓക്കെ, സോ അത് ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആൻഡ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, next, if a customer keeps certain valuables or securities with a bank for safekeeping. ഇപ്പൊ നമുക്കറിയാം കസ്റ്റമറിന്റെ കുറെ വാല്യൂബിൾസ് ബാങ്ക് ലോക്കർ ഫെസിലിറ്റി തരുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ വാല്യൂബിൾസ് ലോക്കറിൽ ബാങ്കിൽ കൊണ്ടുവയ്ക്കും. ബാങ്ക് അവിടെ ആരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ദ ബാങ്ക് ഇസ് എ ഡാഷ് ബെയിലി, ട്രസ്റ്റി. ഓപ്ഷൻ എ ബെയിലി, ഓപ്ഷൻ ബി ട്രസ്റ്റി, ഓപ്ഷൻ സി ഒൺലി എ, അതായത് ബെയിലി മാത്രമാണ്, ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി, അതായത് ബെയിലി ആയിട്ടും ട്രസ്റ്റി ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഇസ് ബോത്ത് എ ആൻഡ് ബി. ബോത്ത് എ ആൻഡ് ബി. ഇപ്പൊ ബെയിലി ആയിട്ടും ട്രസ്റ്റി ആയിട്ടും ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ബെയിലി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ, ഓണർഷിപ്പ് ഓഫ് ദ അസെറ്റ് എന്ന് പറയുമ്പോൾ, ഈ നമ്മുടെ ബാങ്കിൽ സാധനം വെക്കുന്ന ആ സമയത്ത് ഒറിജിനൽ ഓണറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഒറിജിനൽ ഓണർ. ട്രസ്റ്റി എന്ന് പറയുമ്പോ ബാങ്കിന് ഈ ഒരു ഓണർഷിപ്പ് എടുക്കാം. ബാങ്കിന് ഓണർഷിപ്പ് എടുക്കാം. അപ്പൊ ഇവിടെ വ്യത്യാസം വരുന്നുള്ളത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അസെറ്റ് ആണ് നമ്മൾ ഇവിടെ സേഫ് കീപ്പിങ്ങിന് വേണ്ടി വെക്കുന്നത് എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി പല ടൈപ്പ് ഓഫ് അസെറ്റ് ഉണ്ടല്ലോ. മൂവബിൾ അസെറ്റ് ഉണ്ട്, ഇമ്മൂവബിൾ അസെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസെറ്റിന്റെ കാറ്റഗറൈസേഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ബെയിലിയും ട്രസ്റ്റിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം വരുന്നത് ഈ ഓണർഷിപ്പിൽ വരുന്ന വ്യത്യാസമാണ്. ഓണർഷിപ്പിൽ വരുന്ന വ്യത്യാസം മെയിൻ ആയിട്ട് മൂവബിൾ ഇമ്മൂവബിൾ അസെറ്റ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂബിൾസ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ബെയിലി ആയിട്ടും ട്രസ്റ്റി ആയിട്ടും രണ്ടായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, demand deposit are those which can be withdrawn. Option A on request, option B on demand, option C on sanction by manager, and option D all the above. Demand deposit നെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, these are deposits which could be withdrawn on എന്ത്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. സോ ഇറ്റ് കുഡ് ബി വിത്ഡ്രോൺ ഓൺ വാട്ട്? എല്ലാം അതിൽ തന്നെ ഉണ്ട്. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് കുഡ് ബി വിത്ഡ്രോൺ ഓൺ ഡിമാൻഡ്. നമ്മൾ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ പോയിട്ട് ഈ ഡെപ്പോസിറ്റ് പൈസ നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. നെക്സ്റ്റ്, one of the following statement is not true with respect to RTGS. അപ്പോ RTGS എന്താണ്? This is real time gross settlement. അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഫുൾ ഫോം എഴുതി വെച്ച് പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻസിലേക്ക് വരാം. അപ്പോൾ ഓപ്ഷൻ എ, ഫണ്ട് ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ഫ്രം branch of one bank to the branch of the other bank. Option B, only the corporate and government departments can avail of the facility. Option C, the RTGS system is maintained and operated by the RBI. And option D, each participant bank in RTGS will be required to open a dedicated settlement account for putting through its RTGS transaction. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും വ്യക്തമായിട്ട് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും RTGS എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ only corporate and government departments can avail of the facility. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ളതല്ല, നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ കറക്റ്റ് ആൻസറും കറക്റ്റ് സ്റ്റേറ്റ്മെന്റും നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നോട്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്.
സോ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോർപ്പറേറ്റും ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റ്സിനും മാത്രമേ ഈ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. പക്ഷേ നമുക്കറിയാം ആസ് ഫാർ as RTGS is concerned, ഫണ്ട് ട്രാൻസ്ഫറിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും വേറൊരു ബ്രാഞ്ചിലേക്ക് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതുപോലെ തന്നെ RBI തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. ആൻഡ് ഓരോ പാർട്ടിസിപ്പന്റിന്റെ കേസ് എടുക്കുമ്പോഴും RTGS will be required to open a dedicated settlement account for putting the transaction. അപ്പോ പാർട്ടിസിപ്പന്റ് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സെനാരിയോയിൽ കൂടെ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. RTGS ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതനുസരിച്ചിട്ട് ഈ പാർട്ടിസിപ്പന്റ് ബാങ്ക് ഹാസ് ടു ഡു ദിസ്. ഡെഡിക്കേറ്റഡ് സെറ്റിൽമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് അക്കൗണ്ട് ഇവിടെ വേണം. The bank need to go for something called a settlement account, which is as per the requirements of RTGS. Okay. എന്നാലേ നമ്മുടെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് പോസിബിലിറ്റി അവിടെ വരത്തുള്ളൂ. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RTGS എന്ന് മാത്രം പഠിച്ചാൽ പോരെ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ പറയുമ്പോൾ അത് ഓക്കെ ആവും, അതല്ലെങ്കിൽ ഓക്കെ ആവില്ല. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Security features available from smart cards are dash. Multiple pins, that is option A. Option B, rectangle pattern verification. Option C, dynamic signature verification. And option D, all the above. അപ്പോൾ സ്മാർട്ട് കാർഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്മാർട്ട് കാർഡ്സിനെ പറ്റിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ദീസ് ആർ സം തിങ്സ് വിച്ച് ആർ വെരി മച്ച് ഇൻ പോപ്പുലർ ഇൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് യൂസേജ്. സോ ഇവിടെ ഓൾ ദ എബവ് ആണ്. നമുക്ക് മൾട്ടിപ്പിൾ പിൻസ് പ്രൊവിഷൻ അവൈലബിൾ ആണ്, റെക്ടനൽ പാറ്റേൺ വെരിഫിക്കേഷൻ അവൈലബിൾ ആണ്, ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ആസ്പെക്റ്റും അവൈലബിൾ ആണ്. സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ദീസ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ചീറ്റിംഗ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ടു ബി വാലിഡ് ഫോർ ഡാഷ്. മൾട്ടിപ്പിൾ പിൻസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ 12 months, ഓപ്ഷൻ ബി 6 months, ഓപ്ഷൻ സി 3 months, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഇവിടെ വരുന്നത് 3 months ആണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ കേസ് പറയുമ്പോൾ, മൾട്ടിപ്പിൾ പിൻസിന്റെ കേസ് പറയുമ്പോൾ അത് വാലിഡിറ്റി വരുന്നത് 3 months ആണ്. ഓക്കെ, നെക്സ്റ്റ്, security features available with smart cards are dash. Option A, multiple pins. Option B, rectangle pattern verification. Option C, dynamic signature verification. And option D, all of the above. So the right answer here is all of the above. Ellam varunnu natte discuss cheyda karyana. Now, when banks give home loans, the nature of charge created is dash. Option A, hypothentication. Option A, hypothecation. Option B, mortgage. Option C, assignment. And option D, pledge. അപ്പോൾ hypothecation ആണോ, mortgage ആണോ, assignment ആണോ, pledge ആണോ? When it comes to home loans ആണ്, സ്പെസിഫിക്കലി നമ്മൾ ഹോം ലോൺസിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. എന്ത് നേച്ചർ ഓഫ് ചാർജ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓൾ അബൌട്ട് മോർഗേജ്. കാരണം ഇപ്പൊ നമ്മുടെ ഈ ഹോം ലോൺസിന്റെ കേസ് നമ്മൾ പറയുന്നല്ലോ, അപ്പോ ഇവിടെ 2 ആൾക്കാർ വരുന്നുണ്ട്. വൺ ഇസ് ബോറോവർ, ഓക്കെ, ആൻഡ് ദ അതർ വൺ ഇസ് ലെൻഡർ. ബോറോവറിനെ നമുക്ക് ഒരു പേരിൽ വിളിക്കാം വിത്ത് റെസ്പെക്ട് ടു മോർഗേജ്. ദിസ് ഇസ് മോർട്ട് എ മോർഗേജർ എന്ന് നമുക്ക് വിളിക്കാം. ലെൻഡറിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് വിളിക്കാം
G. Okay. ഇപ്പൊ മോർഗേജറും മോർഗേജും. ഇപ്പൊ ബോറോവർ ആരാണ് നമുക്കറിയാം, കസ്റ്റമേഴ്സ് ആണ്. ലെൻഡർ ആരാണ്, ബാങ്ക് ആണ്. ഓക്കെ, മോർഗേജറും മോർഗേജി. ബോറോവറിനെ നമുക്ക് മോർഗേജർ എന്ന് വിളിക്കാം, ലെൻഡറിനെ നമുക്ക് മോർഗേജി എന്ന് വിളിക്കാം. ഇത് എടുത്തു പറയാനുള്ള കാര്യം, ഒരു പക്ഷെ ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട്, ഇപ്പൊ ഹൗസിംഗ് ലോണിന്റെ കേസ് എടുത്തിട്ട് ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു സെനാറിയോയിൽ ഒരാള് വന്നിട്ട് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാങ്ക് ഇവിടെ ബോറോവർ ആക്ട് ആക്ട് ചെയ്യുന്നു, ബാങ്ക് ഇവിടെ ലെൻഡർ ആക്ട് ആക്ട് ചെയ്യുന്നു. ഈ പൈസ എടുക്കാമെന്ന ആള്, ലോൺ എടുക്കാമെന്ന ആള് ബോറോവർ ആക്ട് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബോറോവറിന് പറയുന്ന സ്പെസിഫിക് ടേം എന്താണ്, അല്ലെങ്കിൽ ലെൻഡറിന് പറയുന്ന സ്പെസിഫിക് ടേം എന്താണ്? അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ മോർഗേജർ കാണും, മോർഗേജി കാണും. അപ്പൊ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആവാനാണ് ഇത് പറഞ്ഞത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, so that is it all for today. Thank you.